വവ്വാൽ കാഷ്ടം അല്ലെങ്കിൽ വവ്വാലിന്റെ മൂത്രം എന്നാൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടും. വക്കത സൗബി വൽ ബദനി, മക്കാനിലായാൽ എന്തായാലും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. വക്കത ഇപ്രകാരം തന്നെയാണ് അസൗബി വൽ ബദനി, ശരീരത്തിലും വസ്ത്രത്തിലും എന്ന് പറഞ്ഞാൽ ശരീരത്തിലും വസ്ത്രത്തിലും വിട്ടുവീഴ്ച ചെയ്യപ്പെടുമോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് വക്കത എന്നിട്ടിരിക്കുന്നത്. ഏതായാലും മക്കാനിൽ വിട്ടുവീഴ്ചയുണ്ട് എന്നതിൽ സംശയമില്ല. എന്നാൽ വക്കത ഇപ്രകാരം തന്നെയാണ് അസ്സൗബു വൽ ബദനു, ശരീരവും വസ്ത്രവും. ശരീരത്തിലും വസ്ത്രത്തിലും വിട്ടുവീഴ്ച ലഭിക്കുമോ ഇല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഇൻ കസുറത്ത്, ഈ പറയപ്പെട്ട ഈച്ചയുടെ കാഷ്ടം, വവ്വാലിന്റെ കാഷ്ടം, വവ്വാലിന്റെ മൂത്രം അത് എത്ര അധികമുണ്ടെങ്കിലും ശരി വിട്ടുവീഴ്ച ചെയ്യപ്പെടും. കാരണം ലിഉസ്രിഹി അൻഹ, അവകളെ തൊട്ട് സൂക്ഷിക്കൽ പ്രയാസമായതുകൊണ്ട്. അൻഹ, അവകളെ തൊട്ട് സൂക്ഷിക്കൽ പ്രയാസമായതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും കൊതുകിന്റെ കാഷ്ടം, ഈച്ചയുടെ കാഷ്ടമൊക്കെ വിട്ടു നിൽക്കാൻ കഴിയില്ല. അപ്രകാരം വവ്വാലിന്റെ കാഷ്ടം ചില വവ്വാല് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ചില ഏരിയകളിൽ അത് വല്ലാതെ ബുദ്ധിമുട്ടാകും. അത്തരം വകുപ്പുള്ളത് കൊണ്ട് തന്നെ അതിനെ തൊട്ട് സൂക്ഷിക്കൽ പ്രയാസമായതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ്. വയോഫ, വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അമ്മ ജഫ, ഉണങ്ങിയ ഒന്നിനെ തൊട്ട്. അമ്മ ജഫ, ഉണങ്ങിയ ഒന്നിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. മിൻ ദുർത്തി സായിരി തുയൂരി, ഈച്ച അതുപോലെ വവ്വാലൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇതര പക്ഷികളുടെ കാഷ്ടത്തിൽ നിന്നും ഉണങ്ങിയതിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. വവ്വാലിന്റെ കാഷ്ടം ഉണങ്ങിയാലും പച്ചയായാലും വിട്ടുവീഴ്ചയുണ്ട്. മറ്റു പക്ഷികളുടെ കാഷ്ടം ഉണങ്ങിയാൽ വിട്ടുവീഴ്ചയുണ്ട്. വയോഫ, വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അമ്മ ജഫ, ഉണങ്ങിയ ഒന്നിനെ തൊട്ട്. മിൻ ദുർത്തി സായിരി തുയൂരി, ഇതര പക്ഷികളുടെ കാഷ്ടങ്ങളാൽ. ഫിൽ മക്കാനി, സ്ഥലങ്ങളിൽ, സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. ഇദാ അമ്മത്തിൽ ബൽവാ ബിഹി, അതുകൊണ്ട് പ്രയാസം വ്യാപകമായാൽ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത്തരം സ്ഥലങ്ങളിൽ അത്തരം പക്ഷിയുടെ കാഷ്ടങ്ങൾ വ്യാപകമായിരിക്കും. അത്തരം രൂപത്തിൽ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ മറ്റു പക്ഷികളുടെ ഉണങ്ങിയ കാഷ്ടത്തിനെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. വയോഫ, വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ്. അമ്മ ജഫ, ഉണങ്ങിയതിനെ തൊട്ട്. മിൻ ദർത്തി സായിരി തുയൂരി, ഇതര പക്ഷികളുടെ കാഷ്ടത്തിനെ തൊട്ടും. ഫിൽ മക്കാനി, സ്ഥലങ്ങളിൽ. ഇദാ അമ്മത്തിൽ ബൽവാ ബിഹി, ആ കാഷ്ടം കൊണ്ടുള്ള പ്രയാസം വ്യാപകമായാൽ, ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രൂപത്തിലായാൽ. വഖദിയത്തു കലാമിൽ മജ്മൂഇ, മജ്മൂഇ എന്നതിന്റെ കലാമിന്റെ വിവക്ഷ. മജ്മൂഇ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥമാണ്. നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്. ഏത് ഇമാമിന്റെ ഗ്രന്ഥമാണെന്ന് ബഹുമാനപ്പെട്ട ശ്രോതാക്കളോട് എഴുതാൻ ടെക്സ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. മജ്മൂഇ എന്ന കിതാബിന്റെ കലാമിന്റെ വിവക്ഷ എന്ന് പറഞ്ഞ മജ്മൂഇൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്ന വിഷയം. ആ മജ്മൂ ആരുടെ കിതാബാണെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ടെക്സ്റ്റ് ചെയ്യണം. വഖദിയത്തു കലാമിൽ മജ്മൂഇ, മജ്മൂഇന്റെ കലാമിന്റെ വിവക്ഷ. മജ്മൂ എന്ന് പറഞ്ഞതൊരു കിതാബാണ്. ആ കിതാബിലുള്ള ആ കിതാബിൽ പറഞ്ഞതനുസരിച്ച് മനസ്സിലാകുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വഖദിയത്തു കലാമിൽ മജ്മൂഇ, മജ്മൂഇന്റെ കലാമിന്റെ വിവക്ഷ. മജ്മൂ ആരുടേതെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ടെക്സ്റ്റ് ചെയ്യണം. ഇനി മജ്മൂഇന് വേണമെങ്കിൽ മറ്റൊരു പേര് കൂടി ഞാൻ പറയാം. ശറഹുൽ മുഹദ്ദബ് എന്ന് പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇമാമിന്റെ പേര് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. അതുകൊണ്ടാണ് അതെ, അൽഹംദുലില്ലാ. ഇമാം നവവി റഹിമഹുല്ല, അല്ലെ, രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനവറുകളാണ് ഇമാം നവവി. ഇബ്നു ഹജർ റഹിമഹുല്ലയല്ല, ഇമാം നവവി റഹിമഹുല്ലയാണ് മജ്മൂ എന്ന ഗ്രന്ഥത്തിന്റെ ബന്നിഫ് എന്ന് ഓർമ്മപ്പെടുത്തും. വഖദിയത്തു കലാമിൽ മജ്മൂ, എന്നാൽ മജ്മൂ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അൽ അഫ്വു അൻഹു, ഇതര പക്ഷിക്കാഷ്ടങ്ങൾ ഉണങ്ങിയാൽ വിട്ടുവീഴ്ചയുണ്ട്. ഫി സൗബി വൽ ബദനി അയ്വൻ, വസ്ത്രത്തിലും ശരീരത്തിലും വിട്ടുവീഴ്ചയുണ്ട്. ആദ്യം പറഞ്ഞെടുത്ത് സ്ഥലത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. സ്ഥലത്ത് മാത്രമല്ല, ശരീരത്തിലായാലും വിട്ടുവീഴ്ചയുണ്ട്, വസ്ത്രത്തിലായാലും വിട്ടുവീഴ്ചയുണ്ട് എന്നാണ് മജ്മൂഇൽ നിന്ന് മനസ്സിലാകുന്നത്. വലായോഫ, വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതല്ല. അൻബൈരിൽ ഫഅരി, അൻബൈരിൽ ഫഅരി, എലിക്കാഷ്ടത്തിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടൂല. എലിക്കാഷ്ടത്തിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടൂല.
എലിക്കാഷ്ടത്തിന് തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടൂല. വലൗ യാവിസൻ, ആ എലിക്കാഷ്ടം ഉണങ്ങിയതാണെങ്കിൽ പോലും അലൽ ഔജുഹി, പ്രബലമനുസരിച്ച്. പ്രബലമായ അഭിപ്രായ പ്രകാരം എലിക്കാഷ്ടത്തെ തൊട്ട് അഫ്വ് ചെയ്യപ്പെടൂല. അല്ലെ, എലിപ്പനിയൊക്കെ വരുന്നത് പകർത്താൻ കാരണമൊക്കെ ആകുന്ന എലി ഒരു വല്ലാത്ത ജീവിയാണ്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം എലി കൊണ്ട് പ്രയാസപ്പെട്ടാൽ പോലും അഫ്വില്ല എന്ന രൂപത്തിൽ ഔദ്യോഗികമായ നിയമം വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലെ, എലി എന്നുള്ളത് പറഞ്ഞ പലപ്പോഴും പല രോഗങ്ങൾക്കും കാരണമായ ഒരു ജന്തുവാണ്. എലിപ്പനിയൊക്കെ കാര്യമാക്കുന്ന എലി തന്നെയാണല്ലോ. ഫലായോഫ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്രയും ഗൗരവമുള്ളതുണ്ടാവാം വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്തത്. ഫലായോഫ അൻ ബഇരിൽ ഫഇരി, എലിക്കാഷ്ടത്തിന് തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടൂല. വലൗ യാബിസൻ, അത് ഉണങ്ങിയതാണെങ്കിലും അലൽ ഔജഹി, പ്രബലമനുസരിച്ച്. ലാക്കിൻ, ഇതാണ് നിയമമെങ്കിലും അഫ്താ ശൈഖുന ഇബ്നു സിയാദ്, നമ്മുടെ ഗുരുനാഥൻ ഇബ്നു സിയാദ് റഹിമഹുല്ല, ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ലയുടെ മറ്റൊരു ഉസ്താദാണ് ഇബ്നു സിയാദ്, മഹാനവറുകൾ ഫത്വ നൽകി. കബഅദിൽ മുതാഖിരീന, ചില പിൽക്കാല പണ്ഡിതന്മാരെ പോലെ, ചില പിൽക്കാല പണ്ഡിതന്മാരൊക്കെ ഫത്വ നൽകിയതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു സിയാദ് റഹിമഹുല്ല ഫത്വ നൽകിയിട്ടുണ്ട്. ബിൽ അഫ്വി അൻഹു, എലിക്കാഷ്ടത്തിന് തൊട്ടും വിട്ടുവീഴ്ചയുണ്ട്. എപ്പോൾ? ഇദാ അമ്മത്തിൽ ബൽവാബിഹി, അതുകൊണ്ട് പ്രയാസം വ്യാപകമായാൽ. കഉമൂമിഹാ ഫീ ദർഖി തുയൂരി, പക്ഷികളുടെ കാഷ്ടങ്ങളിൽ പ്രയാസം വ്യാപകമായതുപോലെ, പക്ഷിക്കാഷ്ടങ്ങളിൽ വ്യാപകമായതുപോലെ എലിക്കാഷ്ടം കൊണ്ടും വല്ലാതെ പ്രയാസം വരികയാണെങ്കിൽ വിട്ടുവീഴ്ചയുണ്ട് എന്ന് ശൈഖ് ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് നൽകിയിട്ടുണ്ട്. എന്നാലും ഔദ്യോഗിക അഭിപ്രായം അനുസരിച്ച്, ഔദഹനുസരിച്ച് അഫ്വില്ല എന്നാണ് മസ്അല. വളരെ കുടുങ്ങിയ സമയങ്ങളിൽ ഇത്തരം മസ്അലകൾ നമ്മൾ ഒരുപക്ഷെ ഉൾക്കൊള്ളേണ്ടി വരും, പിടിക്കേണ്ടി വരും. എന്നാൽ നേരത്തെ പറഞ്ഞു, നജസായ സ്ഥലം കല്ലുകൊണ്ട് ശുദ്ധീകരിച്ചവന്റെ അവന്റെ സ്ഥലത്തെ തൊട്ട്, കല്ലുകൊണ്ട് ശുദ്ധീകരിച്ച സ്ഥലത്തെ തൊട്ട് വിട്ടുവീഴ്ചയുണ്ട്. എന്നാൽ കല്ലുകൊണ്ട് ശുദ്ധീകരിച്ച ഒരാളെ, ഒരു കുട്ടിയെ കല്ലുകൊണ്ട് മനോഹരിച്ചു, ആ കുട്ടിയെ നമ്മൾ ചുമന്ന് നിസ്കരിക്കുകയാണെങ്കിൽ വിട്ടുവീഴ്ച കിട്ടൂല. വലാ തസിഹു സ്വലാത്തുമൻ, വലാ തസിഹു സ്വലാത്തുമൻ, ഒരുത്തന്റെ നമസ്കാരം സ്വഹീഹാവുകയില്ല. വലാ തസിഹു സ്വലാത്തുമൻ, ബഹുമാനപ്പെട്ട ജാഫർ മണ്ണീർ സാഹിബ് അബ്ദുള്ള 970 നിസ്കരിക്കാനൊരു പക്ഷെ പോവുകയായിരിക്കും. ബഹുമാനപ്പെട്ട ജാഫർ മണ്ണീർ സാഹിബോ ദുൽദുലോ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണമെന്നറിയിക്കുന്നു. വലാ തസിഹു സ്വലാത്തുമൻ, ഒരുത്തരുടെ നമസ്കാരം സ്വീകാര്യമല്ല. എങ്ങനെയുള്ളവനാണ്? ഹമല മുസ്തജ്മിറൻ. വലാ തസിഹു സ്വലാത്തുമൻ, ഒരുത്തരുടെ നമസ്കാരം സ്വീകാര്യമല്ല. എങ്ങനെയുള്ള ആളാണ്? ഹമല, അവൻ ചുമന്നിരിക്കുന്നു. ആരുകയിലും കിതാബില്ലേ സുഹൃത്തുക്കളെ? അല്ലാഹ്, ഞാൻ ബിസി, ഞാൻ ഡീസൊന്നല്ലല്ലോ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ ബിസിയാണോ? അല്ല, ഓക്കെ. ഒന്നാരെങ്കിലും ടെക്സ്റ്റ് ചെയ്തേരി. വലാ തസിഹു സ്വലാത്തുമൻ, ഒരാളുടെ നിസ്കാരം സഹീഹല്ല. എങ്ങനെയുള്ള ആളാണ്? ഹമല അല്ലെങ്കിൽ ഹമില. ഹമല, അവൻ ചുമന്നിരിക്കുന്നു. മുസ്തജ്മിറൻ, ഒരു കല്ലുകൊണ്ട് മനോഹരിച്ച ഒരാളെ, കല്ലുകൊണ്ട് ശുദ്ധീകരിച്ച ഒരാളെ അവൻ എന്ത് ചെയ്തിരിക്കാണ്? ചുമന്നിരിക്കുന്നു. അങ്ങനത്തെ അവന്റെ നമസ്കാരം സഹീഹാകൂല. ഔ ഹയവാനൻ, അല്ലെങ്കിൽ ഒരു ജീവിയെ ചുമന്നു, ഒരു ജീവിയെ ചുമന്നു. എങ്ങനെയുള്ള ജീവിയാണ്? ബിമൻഫദിഹി നജസുൻ, അതിന്റെ ദ്വാരത്തിൽ, അതിന്റെ മലദ്വാരത്തിലുണ്ട് നജസുൻ, നജസുണ്ട്. മലദ്വാരത്തിൽ നജസുള്ള ഒരു ജീവിയെ ചുമന്നാലും നിസ്കാരം സ്വഹീഹാകൂല. വലാ തസിഹു സ്വലാത്തുമൻ, ഒരാളുടെ നമസ്കാരം സ്വഹീഹാവുകയില്ല. എങ്ങനെയുള്ള ആളാണ്? ഹമല, അവൻ ചുമന്നിരിക്കുന്നു. മുസ്തജ്മിറൻ, കല്ലുകൊണ്ട് മനോഹരം ചെയ്തവനെ. ഔ ഹയവാനൻ, അല്ലെങ്കിൽ ഒരു ജീവിയെ. എങ്ങനെയുള്ള ജീവിയാണ്? ബി മൻഫദിഹി, അതിന്റെ മലദ്വാരത്തിലുണ്ട്
നജസുണ്ട്, അങ്ങനെയുള്ള ജീവി. ഔ മുതക്കൻ, അല്ലെങ്കിൽ ഒരു അറുക്കപ്പെട്ട ജീവിയാണ്. ഔ മുതക്കൻ, അല്ലെങ്കിൽ ഒരു അറുക്കപ്പെട്ട ജീവിയെ ചുമന്നു. എങ്ങനെയുള്ള അറുക്കപ്പെട്ട ജീവിയാണ്? ഉസില മദ്ബഹുഹു, അതിന്റെ അറവ് സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട്? കഴുകപ്പെട്ടിരുന്നു. അറുക്കപ്പെട്ടാൽ സ്വാഭാവികമായും ചോര കളക്കുണ്ടാവും. ആ അറുത്ത സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട്? കഴുകിയിട്ടുണ്ട്. ദൂന ജൗഫിഹി, ഉൾഭാഗത്തുള്ള നജസുകളോ മറ്റോ നീക്കിയിട്ടില്ല. അത്തരം ജീവിയെ ചുമന്ന ഒരുത്തന്റെ നമസ്കാരവും സ്വഹീഹാവൂല. ഔ മയ്യിത്തൻ ത്വാഹിറൻ, അല്ലെങ്കിൽ ഒരു ത്വാഹിറായ മയ്യത്തിനെയാണ് ചുമന്നത്. ഏതുപോലെ? ആദമയ്യൻ, കാരണം മരിച്ചാൽ ത്വാഹിറായത് 3 വസ്തുക്കളേ ഉള്ളൂ. ഏതൊക്കെ? മനുഷ്യൻ, സമക്ക്, ജറാദ്. അങ്ങനെ ഒരു മയ്യത്തൻ ത്വാഹിറിനെയാണ്, ത്വാഹിറായ ഒരു മയ്യത്തിനെ ചുമന്നു. ആദമയ്യൻ, ത്വാഹിറായ മയ്യത്ത് മനുഷ്യനെ പോലെ, സമക്കിൻ, മത്സ്യം പോലെ. എങ്ങനെയുള്ള മത്സ്യമാണ്? യുഗസലു ബാത്തിനുഹു, അതിന്റെ ഉള്ളു കഴുകപ്പെട്ടിട്ടുണ്ട്. യുഗസലു ബാത്തിനുഹു, ഉള്ളു കഴുകപ്പെട്ട മത്സ്യം. അങ്ങനെ ത്വാഹിറായ മയ്യത്തിനെ ചുമന്ന ഒരുത്തന്റെ നമസ്കാരവും സഹിഹാകൂല. എന്തുകൊണ്ടാണെന്ന് പറയും. ഔ ബൈലത്തൻ മദിറത്തൻ, ഒരു കേടായ മുട്ട. ഔ ബൈലത്തൻ മദിറത്തൻ, ഒരു കേടായ മുട്ട എന്ത് ചെയ്തു? ഔ ബൈലത്തൻ മദിറത്തൻ, മദിറത്തിന് കേടായ എന്ന് വെക്കുന്നതിനേക്കാൾ ഉപരി ബൈലത്തൻ മദിറത്തൻ ഫി ബാത്തിനിഹാ ദമുൻ, ഉള്ളിൽ രക്തമുള്ള. മദിറത്തിന് ശരിക്കും അതിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: കുഞ്ഞുണ്ടാകാൻ പറ്റാത്ത രൂപത്തിലുള്ള മുട്ട. മദിറത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടാകാൻ പറ്റാത്ത രൂപത്തിലുള്ള മുട്ടയാണ് എന്ന് പറഞ്ഞാൽ, പൊതുവെ കോഴിയുടെയും അതുപോലെ മറ്റു ചില ജീവികളൊക്കെ മുട്ടകളിൽ എന്ത് ചെയ്യും? മുട്ട വിരിച്ചാണ്, എഴിഞ്ഞാണ് കുട്ടിയുണ്ടാകുക. എന്നാൽ ഈ മുട്ട എന്ത് ചെയ്യാൻ പറ്റൂല? അതിൽ നിന്ന് മുട്ട വിരിയാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പറ്റൂല. അങ്ങനത്തെ ഒരു മുട്ട. അതിന് വേണമെങ്കിൽ കേടായ മുട്ടാനും വെക്കാം. ഔ ബൈലത്തൻ മദിറത്തൻ, മദിറത്തായ മുട്ട. ഫീ ബാത്തിനിഹാ ദമുൻ, അതിന്റെ ഉൾഭാഗത്ത് രക്തമുണ്ട്. അങ്ങനെയുള്ള മുട്ട ചുമന്ന് നിസ്കരിച്ചവന്റെ നമസ്കാരവും സ്വഹീഹാവുന്നതല്ല. കാരണം ഇവിടേക്കുള്ള പ്രശ്നം ത്വാഹിറായ മയ്യത്താണ്, ആദമിയാണ്. ത്വാഹിറായ മയ്യത്താണ്, ആദമിയാണ്. പക്ഷെ ആദമിയുടെ ഉള്ളിൽ സ്വാഭാവികമായും പല നജസായ വസ്തുക്കളും ഉണ്ടാകും. പിന്നെയോ മത്സ്യം, അതിന്റെ ബാത്തിന് കഴുകപ്പെട്ടു എന്നാണ്. ബാത്തിന് കഴുകപ്പെട്ടാലും സ്വാഭാവികമായും ബാത്തിന് കഴുകപ്പെട്ടാൽ എന്താ പ്രശ്നം പിന്നെ ഉണ്ടാവുക? വസമക്കിൻ ലം യുഹ്സൽ എന്നാണ്. ആ ഇബാറത്ത് തെറ്റാണ്. വസമക്കിൻ യുഹ്സലു ബാത്തിനുഹു എന്നല്ല, വസമക്കിൻ ലം യുഹ്സൽ ബാത്തിനുഹു എന്നാണ്. അബൂ ഹസൻ, വസമക്കിൻ ലം യുഹ്സൽ ബാത്തിനുഹു, ബാത്തിന് കഴുകപ്പെടാത്ത മത്സ്യമാണ്. ബാത്തിന് കഴുകപ്പെട്ട മത്സ്യ കുഴപ്പമില്ല, നജസ് ഉണ്ടാകൂല. അപ്പൊ ഈ രൂപത്തിൽ പറയപ്പെട്ട വസ്തുക്കളൊക്കെ ചുമന്ന് നിസ്കരിക്കുന്നവന്റെ നമസ്കാരം സ്വീകരിക്കൂല. അതേസമയം ഒരു മുസ്തജ്മിർ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കുമോ? ഒരു കല്ലുകൊണ്ട് ശുദ്ധീകരിച്ചവൻ നേരെ പോയി നിസ്കരിച്ചു, കുഴപ്പമില്ല. വിയർത്തു, അവന്റെ വസ്ത്രത്തിലൊക്കെ ആയി, ഒന്നും കുഴപ്പമില്ല. ആ മുസ്തജ്മിറായ വ്യക്തിയെ ഒരാൾ ചുമന്നു, എന്നാൽ തെറ്റൂല, കാരണം അതിന്റെ ആവശ്യമില്ല. 1. 2, നജസിനെ ചുമക്കുക എന്ന പണിയാണ്. മറ്റേത് കല്ലുകൊണ്ട് മനോഹരിച്ചവന് ആ മനോഹരിച്ച സ്ഥലത്തെ തൊട്ട് ഓൻക്ക് വിട്ടുവീഴ്ചയുണ്ട്, മറ്റുള്ളവർക്കില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അതുപോലെ തന്നെ നജസ് ദ്വാരത്തിലുള്ള ഒരു ജീവിയെ ചുമന്ന് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നജസിനെ ചുമന്ന സ്ഥാനത്താവും. അപ്രകാരം തന്നെ ഓരോ വസ്തുവിനെ അറുത്ത സ്ഥലം കഴുകിയിട്ടുണ്ട്, പക്ഷെ ഉള്ളു കഴുകിയിട്ടില്ല, അപ്പോഴും നജസതിന്റെ ഉള്ളിലുണ്ട്. അതുപോലെ ത്വാഹിറായ മയ്യത്തിനെ ചുമന്നു, അപ്പോഴും നജസ് ഉള്ളിലുണ്ടാവാൻ വകുപ്പുണ്ട്. അതുപോലെ വസമക്കില്ലം യുഹ്സൽ ബാത്തിനുഹു, ഉള്ളു കഴുകപ്പെടാത്ത മത്സ്യമാകുമ്പോഴും തദൈവ നജസ് ഉള്ളിലുണ്ട്. ഔ ബൈലത്തൻ മദിറ ഫീ ബാത്തിനിഹാ ദമുൻ, മുട്ട വിരിയാൻ പറ്റാത്ത രൂപത്തിലുള്ള, കുഞ്ഞു വിരിയാൻ പറ്റാത്ത രൂപത്തിലുള്ള മുട്ട, അതിന്റെ ഉള്ളിൽ രക്തമുണ്ട്, അപ്പോൾ നജസ് ചുമന്നവനാകും. എന്നാൽ വലാ സ്വലാത്തു കാബിലി ത്വർഫിൻ മുത്തസിലിൻ ബി നജസിൻ, നജസിനോട് ചേർന്ന ഒരു വസ്തുവിന്റെ തെല്ലിനെ പിടിച്ചവന്റെ നിസ്കാരവും സഹിയാകൂല. എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ഒരു തോർത്തുമുണ്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കയറുണ്ട്. ആ കയറിന്റെ ഒരു ഭാഗം നിലകൊള്ളുന്നത് നജസിലാണ്, ചാണകത്തിലോ അല്ലെങ്കിൽ മൂത്രത്തിലോ എന്തെങ്കിലും നജസിലാണ് നിലകൊള്ളുന്നത്. അത്തരം വസ്തുവിന്റെ മറ്റേ ഭാഗമാണ് ഞാൻ പിടിച്ചതെങ്കിലും നിസ്കാരം സഹിഹാകൂല. വലാ സ്വലാത്തു ഖാബിളി ത്വർഫിൻ മുത്തസിലിൻ ബി നജസിൻ, നജസിനോട് ചേർന്ന ഒരു വസ്തുവിന്റെ തെല്ല് പിടിച്ചവന്റെ നിസ്കാരവും സ്വീകാര്യമല്ല. വലാ സ്വലാത്തു ഖാബിളി ത്വർഫി മുത്തസിലിൻ ബി നജസിൻ, നജസിനോട് ചേർന്ന വസ്തുവിന്റെ തെല്ല് പിടിച്ചവന്റെ നമസ്കാരവും സ്വീകാര്യമല്ല. കാരണം നജസ് പിടിച്ചവനാണെന്നുള്ളതാണ്.
വഇല്ലം യതഹറക ബിഹർകതിഹി, അവന്റെ ചലനം കൊണ്ട് അത് ചലിക്കുന്നില്ലെങ്കിലും ശരി, അവൻ ചലിക്കുമ്പോൾ ചലിക്കാത്ത രൂപത്തിൽ ബന്ധിച്ച നല്ലൊരു വസ്തുവാണ്, എന്നാൽ പോലും നജസിനോട് ചേർന്നതിന്റെ തെല്ലിന് പിടിച്ചവനാണെന്ന നിലക്ക് നജസ് ചുമന്നവൻ എന്ന നിയമം ഇവന്റെ പരിധിയിൽ പെടും. വലാ സലാത്തു ഖാബിലി ത്വർഫിൻ മുത്തസിലിൻ ബിനജസിൻ, നജസിനോട് ചേർന്ന വസ്തുവിന്റെ തെല്ല് പിടിച്ചവന്റെ നമസ്കാരവും സ്വീകാര്യമല്ല. വഇല്ലം യതഹറക ബിഹർകതിഹി, അവന്റെ ചലനം കൊണ്ട് ചലിക്കുന്നില്ലെങ്കിലും ശരി, ആ തെല്ല് മറ്റു ഭാഗം ചലിക്കുന്നില്ല, എന്നാൽ പോലും അവന്റെ നിസ്കാരം സ്വഹീഹാവുന്നതല്ല. സാന്ദർഭികമായി ഞാനൊരു ചോദ്യം ചോദിക്കാണ്. ജാഫർ മണീർ സാഹിബ് റെസ്നാൻഡ് ചെയ്തിട്ടുണ്ട്. ചോദ്യത്തിനാണെങ്കിൽ മൈക്കിലേക്ക് വരാം. സാന്ദർഭികമായ ഒരു ചോദ്യമാണ്. നമ്മളൊരു പായ, നമ്മൾ നിസ്കരിക്കുന്ന മുസല്ല, ഒരു നല്ല അല്പം 2-3 ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റിയ മുസല്ലയാണെന്ന് വേണമെങ്കിൽ കരുതാം. അത്തരം മുസല്ലയുടെ ഒരു ഭാഗത്ത് നജസായിട്ടുണ്ടെന്നാൽ നജസല്ലാത്ത ഭാഗത്ത് വെച്ച് നമുക്ക് നിസ്കരിക്കാമോ എന്നാണ് ചോദ്യം. നമ്മൾ നിസ്കരിക്കുന്ന ഒരു 2-3 ആൾക്കൊക്കെ നിസ്കരിക്കാൻ പറ്റിയ മുസല്ല എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കും. അത്തരം മുസല്ലയുടെ ഒരു ഭാഗത്ത് നജസായി, എന്നാൽ നജസില്ലാത്ത ഭാഗത്ത് വെച്ച് നമുക്ക് നിസ്കരിക്കാമോ എന്നതാണ് ചോദ്യം. നിസ്കരിക്കാമെങ്കിൽ എസ്, അല്ലെങ്കിൽ നോ. രണ്ടഭിപ്രായക്കാരുമുണ്ട്. ഈ നോ എന്ന് പറഞ്ഞ ആളുകളോട് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പള്ളിയിലെ കാർപ്പറ്റ് അതിന്റെ ഒരു ഭാഗത്ത് നജസായാൽ മറ്റൊരു ഭാഗത്ത് നിസ്കരിച്ചുകൂടാന്നാണോ? പള്ളിയിലെ ഒരു ഭാഗം, പള്ളിയിലെ ഒരു സഫിലെ, 1-ാം സഫിലെ വലത് ഭാഗത്തിന്റെ ഏറ്റവും തെല്ല് ഭാഗം നജസായി എന്ന് കരുതി മറ്റു ഭാഗത്തുള്ളവർക്കൊന്നും നിസ്കരിച്ചുകൂടാന്നാണോ? ഒരു സ്ഥലം നജസായതിന്റെ പേരിൽ മറ്റേ സ്ഥലത്തിന് എന്താ കുഴപ്പം? നോ നല്ല ഉത്തരം. ശരി, എസ് എന്നാണ് അല്ലെ? കാരണം നമ്മൾ ചുമക്കുന്നൊന്നുമില്ല, നമ്മൾ ആ വസ്തുവിന്റെ മേൽ നിന്ന് നിസ്കരിക്കുന്നു. നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലമോ ശരീരമോ ഒന്നും എന്ത് ചെയ്യില്ല, നജസിൽ മുട്ടിയിട്ടില്ല. നോ ആണ് ഉത്തരം. ഇതല്ല. മറ്റേ സന്ദർഭം എന്ന് പറയാൻ നജസുമായി ചേർന്ന് ഒന്ന് പിടിച്ച ആളാണ് നമ്മൾ. അതിന്റെ മേൽ കാല് വെച്ച കുഴപ്പമുണ്ടാവില്ല. എന്നാൽ നമ്മുടെ കാലിന്റെ താഴെ കാബിൽ നമ്മൾ പിടിച്ചവനല്ല. അതായത് നമ്മുടെ കാലിന്റെ അടിയിൽ എന്തുണ്ട്? ഈ പറഞ്ഞ കയറിന്റെ ഒരു കയറ് നെൽസിനോട് ചേർന്നിട്ടുണ്ട്. ആ കയറിന്റെ ഒരു ഭാഗം നമ്മുടെ കാലിന്റെ താഴെ ഭാഗത്തുണ്ട്. നമ്മൾ പിടിച്ചിട്ടൊന്നുമില്ല, എന്നാൽ കുഴപ്പമില്ല എന്നതുപോലെയാണ് ഇത്. നമ്മൾ നിസ്കരിക്കുന്നതുമായി യാതൊരു ബന്ധമില്ല. അപ്പുറത്ത് നജസുണ്ട് എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ പള്ളിയിൽ കുറച്ചപ്പുറത്ത് മുദ്രച്ചോടി ഉണ്ടെന്ന് കരുതി അവിടെ നജസുണ്ടെന്ന് കരുതി നിസ്കാരം സഹിയല്ല എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരുമല്ലോ. പഴയകാലത്ത് ഉസ്താദന്മാരൊക്കെ തമാശക്ക് ചോദിക്കാറുണ്ട് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നവരാണല്ലോ, മൈക്ക് ഒരു കമ്പിയുമായി ബന്ധിക്കുന്നു. ആ കമ്പിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പോസ്റ്റ് കമ്പിയൊക്കെ ആയിരിക്കുമല്ലോ. അത്തരം കമ്പിയിൽ കാക്ക തൂറിയിട്ടുണ്ട്. അവൻ നജസ് ആയാൽ നിസ്കാരം സഹിയാകുമെന്നൊക്കെ ഒരു ഇടങ്ങാറാക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് ചോദ്യം. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കണക്ട് ആണല്ലോ, കണക്ട് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ബന്ധം കിട്ടൂലല്ലോ എന്നൊക്കെ ചോദിച്ച് ഒരു ബുദ്ധിമുട്ടിക്കലുണ്ട്. ഏതായാലും വിഷയം മനസ്സിലാക്കാം. ഖബൂൽ ചെയ്താൽ പ്രശ്നമാണ്, അല്ലാതെ കണ്ട് പ്രശ്നമില്ല. ഏതായാലും ജാഫർ മണ്ണിയുടെ ചോദ്യത്തിന് ഞാൻ മൈക്ക് കൈമാറുന്നു. അദ്ദേഹം ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് അല്പസമയം കൂടി തുടരാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഈ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മറക്കും, അതുകൊണ്ട്. അപ്പൊ അതോടൊപ്പം ചുമന്നതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു പൈപ്പ് ഇറക്കിയിരിക്കുന്നു വലിയ ഭാഷ, ഒരു പൈപ്പ് മുക്കൂടി അങ്ങനെ ഇപ്പൊ റേറ്റിൽ പോകണ്ട. അപ്പൊ അസ്സലാമു അലൈക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? DC ആയി. ഹലോ.
ആ ഉസ്താദ് ഞാൻ പറഞ്ഞത് ഒരു രോഗിക്ക് ഇപ്പോ ഒരു പൈപ്പ് വായിലൂടെ പൈപ്പ് ഇറക്കിയിരിക്കുന്നു, അത് ആമാശയത്തിൽ തട്ടിയിരിക്കുന്നു. അപ്പൊ ആ രോഗിക്ക് അപ്പൊ നമസ്കരിക്കാൻ പറ്റുമോ? നജസ് ചുമന്നതെന്ന് പറഞ്ഞ അതിൽ പെടുവോ? കേട്ടോ? അത് മനസ്സിലായോ? എസ് അടിച്ചാൽ ഹലോ മനസ്സിലായി. അതായത് ആമാശയത്തിലേക്ക് പൈപ്പിട്ട ഒരു രോഗിക്ക് നജസ്സുമായി ബന്ധിക്കുകയാണല്ലോ, നിസ്കാരം സഹിയാകുമെന്നാണ്. അത്തരം രോഗി നമസ്കരിക്കണം. പിന്നീട് രോഗം സുഖമായതിനു ശേഷം നമസ്കാരം ഖളാ വീട്ടുകയും വേണം. കാരണം അവൻ നജസ്സുമായി ബന്ധിച്ച് നിസ്കരിച്ച ആളാണ്. അവന്റെ അസുഖം മാനിക്കുന്നു, പക്ഷെ നിസ്കാരം തൽക്കാലം നിർവഹിക്കണം. പിന്നീട് നമസ്കാരം ഖളാ വീട്ടുകയും വേണം. ചിലപ്പോഴൊക്കെ മൂത്രത്തിലൊക്കെ ട്യൂബിട്ട ആളുകൾക്കൊക്കെ ഈ പ്രശ്നങ്ങൾ കടന്നു വരും. കാരണം മുസ്തഹാലത്തിനെ പോലെ, അതായത് സലിസുൽ ബൗലിനെ പോലെ കെട്ടാൻ കഴിയൂല, എന്നാലാണെങ്കിൽ പൈപ്പും സഞ്ചിയും വേർപെടുത്താൻ പറ്റാത്ത രൂപത്തിൽ ബുദ്ധിമുട്ടൊക്കെ ചെയ്യുമ്പോൾ നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കുകയും പിന്നീട് ഖളാ വീട്ടുകയും വേണമെന്നാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത്. എന്തെങ്കിലും എതിർപ്പോ മറ്റോ ഉസ്താദുമാർക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താവുന്നതുമാണ് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. ആർക്കെങ്കിലും എതിർപ്പുള്ള ഉസ്താദുമാരോ മറ്റോ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, ഇൻഷാ അല്ലാഹ്. ഇനി ഫർഖ്, ആ ഭാഗം ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. ആ ഭാഗം ഒന്ന് ടെക്സ്റ്റ് ചെയ്തതുണ്ട്, ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഫർഖ്, അതെ, അബൂ ഹസൻ ടെക്സ്റ്റ് ചെയ്ത ഭാഗത്തുണ്ട്. ഒന്ന് ടെക്സ്റ്റ് കാര്യങ്ങൾ എടുത്ത് പേസ്റ്റ് ചെയ്താൽ നേരത്തെ കണ്ടിരുന്നു. ലൗ ഫർഉൻ ആ ഭാഗം ആരെങ്കിലും ടെസ്റ്റ് ചെയ്യുക. ദുൽദുൽ എവിടെ ഇല്ലേ? ഓക്കെ. ഫർഉൻ ലൗ റഅ മൻ, ഒരാള് കണ്ടാൽ. ലൗ റഅ ഒരാൾ കണ്ടാൽ, മൻ ഒരുത്തനെ. ലൗ റഅ ഒരാൾ കണ്ടാൽ, മൻ മറ്റൊരാളെ കണ്ടു. യുരീദു സ്വലാത്തൻ അവൻ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു, നമസ്കരിക്കാൻ പ്ലാനുള്ള ഒരാൾ. വബി സൗബിഹി നജസുൻ ഗൈറു മഅഫുവിൻ അൻഹു, അവന്റെ ശരീരത്തിലാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്ത നജസുണ്ട്. ലൗ റആ മൻ, ലൗ റആ ഒരാൾ കണ്ടാൽ, മൻ യുരീദു സ്വലാത്തൻ നമസ്കാരം ഉദ്ദേശിക്കുന്ന ഒരാളെ കണ്ടാൽ. വബി സൗബിഹി അവന്റെ ശരീരത്തിലുണ്ട് നജസുൻ ഗൈറു മഅഫുവിൻ അൻഹു, വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്ത നജസുണ്ട്. ആ നിലയിൽ കണ്ടാൽ ലസിമഹു ഇഅ്ലാമുഹു അവനെ അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കരിക്കാൻ പോകുന്നുണ്ട്, അവന്റെ ശരീരത്തിൽ നജസുണ്ട്, അത് നമ്മൾ കാണുന്നുണ്ട്, ഓൻ അറിഞ്ഞിട്ടില്ല, എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓനിപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്ത ഓനക്ക് കുറച്ച് പണിയാവുമല്ലോ എന്ന് കരുതി നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് നിർബന്ധമാണ് അവൻ അറിയിച്ചു കൊടുക്കൽ. ഓനത് സ്വീകരിക്കോ അല്ലെങ്കിൽ ഓനത് മെയിൻ ചെയ്യാണ്ടിക്കോ എന്നൊന്നും കരുതി നമ്മൾ മാറി നിൽക്കരുത്. ഓൻ സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടി നമ്മൾ നരകത്തിൽ കിടക്കേണ്ടതില്ല. നമുക്ക് നിർബന്ധമായ ദൗത്യം അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. വക്കത അപ്രകാരം തന്നെ യൽസമു തഅലീമു മൻ റആഹു യുഖില്ലു ബിവാജിബി ഇബാദത്തിൻ ഫീ റഅയി മുഖല്ലിദിഹി. വക്കത ഇപ്രകാരം തന്നെ യൽസമു നിർബന്ധമാണ് തഅലീമു മൻ ഒരുത്തന് പഠിപ്പിച്ചു കൊടുക്കൽ. അങ്ങനത്തെ ഒരുത്തനാണ് റആഹു അവനെ ഇവൻ കാണുന്നു, യുഖില്ലു ബിവാജിബി ഇബാദത്തിൻ ഇബാദത്തിന്റെ ഒരു നിർബന്ധത്തെ തകരാറ് വരുത്തുന്ന ഒരാൾ, നിസ്കരിക്കേണ്ട പോലെ അല്ലാതെ നിസ്കരിച്ച ഒരാളെ ഇവൻ കാണുന്നു എങ്കിൽ അവനെ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഫി റഅയി മുഖല്ലദിഹി അവന്റെ മുഖല്ലദിന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അവന്റെ ഇമാം ആരാണോ, ഉദാഹരണത്തിന് ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം ഇത് ഈ ഇബാദത്തിന്റെ നിർബന്ധത്തെ ഇത് തടസ്സമാക്കുന്നതാണ്, നിസ്കാരം സഹിയാവൂല. അത്തരം രൂപത്തിൽ ഒരാളെ കണ്ടാൽ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതേസമയത്ത് ഹനഫി മദ്ഹബുകാരനാണ്, അയാളെ മദ്ഹബിനെ കുറിച്ച് നമുക്കറിയാം, ആ മദ്ഹബിൽ ഇങ്ങനെ പറ്റൂല. സ്വാഭാവികമായി ഇപ്പം കൂടുതലും കേരളത്തിലൊക്കെ നന്നായി വരും. ഒരുപാട് ബംഗാളികളും ഒരുപാട് ബീഹാരികളും ഒക്കെയുള്ള കേരളത്തിൽ നന്നായി വരും. അപ്പൊ അത്തരക്കാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കൽ അറിയുന്നവരുടെ ബാധ്യതയാണ്. പക്കതാ ഇപ്രകാരം യൽസമു നിർബന്ധമാണ് തഅലീമു മൻ ഒരുത്തനി പഠിപ്പിച്ചു കൊടുക്കൽ. അങ്ങനത്തെ ഒരുത്തനാണ് റആഹു അവനെ കാണുന്നു, യുഖില്ലു ബിവാജിബി ഇബാദത്തിൻ ഇബാദത്തിലെ നിർബന്ധത്തിന് തകരാറ് വരുത്തുന്നു. അങ്ങനെയുള്ള ഒരുത്തൻ ഫീ റഅയി മുഖല്ലദിഹി അവൻ പിന്തുടരുന്ന ഇമാമിന്റെ അഭിപ്രായ പ്രകാരം. മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ പിന്തുടരുന്നവനും മുഖല്ലദ് പിന്തുടരപ്പെടുന്നയാളും എന്ന് പറഞ്ഞാൽ ഇമാമ്, അതായത് നമ്മുടെ മദ്ഹബ് ഇമാം ഷാഫി അതുപോലെ മറ്റു മദ്ഹബിന്റെ ഇമാമിങ്ങളെയും.
അപ്പൊ നമസ്കാരത്തിൽ നജസ്സുച്ച് പേറുന്നയാളെയോ അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഭംഗം വരുത്തി ക്ലിയർ അല്ലാത്ത രൂപത്തിലൊക്കെ നമസ്കരിക്കുന്ന ആളുകളെ കണ്ടാൽ അതും പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അല്പം സമയം അത്യാവശ്യമുണ്ട് നമുക്ക്. ഇൻഷാ അല്ലാഹ് അവർ മറ്റു മദ്ഹബുകാരെങ്കിലെങ്കിലോ ആ മദ്ഹബ് നമുക്കറിയില്ലെങ്കിൽ, അവർ മറ്റു മദ്ഹബുകാരാണെങ്കിൽ അവരുടെ മദ്ഹബിലെ തെറ്റും ശരി നമുക്കറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ലല്ലോ. മറ്റു മദ്ഹബുകാരനാണെങ്കിൽ ആ മദ്ഹബിൽ നമുക്ക് തെറ്റാണോ ശരിയാണോ നമുക്കറിയില്ല, അപ്പൊ നിർബന്ധമാവില്ല. അറിയുന്ന ഒരാൾക്കാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പ്രത്യേകം പറഞ്ഞത്. നമുക്കറിയുമെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. മറ്റൊരു മദ്ഹബിലെ നമ്മുടെ മദ്ഹബിൽ തെറ്റായ കാര്യം ഒരുപക്ഷെ മറ്റു മദ്ഹബിൽ തെറ്റായിക്കൊള്ളണമെന്നില്ല. അറിയുന്നവർ പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്, അല്ലാത്തവർക്ക് നിയമം ബാധകമാവുന്നതുമല്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് നാളെയും തുടർന്നൊക്കെ ക്ലാസ് തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും തുടങ്ങാൻ വേണ്ടി കുറെ ദിവസങ്ങൾ കാത്തുന്നു. തുടങ്ങി ഇൻഷാ അല്ലാഹ് ഇനി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ അവന് പൊരുത്തപ്പെട്ട സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുകയും വലിയ പ്രതിഫലാർഹമായ കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാവങ്ങൾ പുറത്തു കിട്ടാനും ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിൽ ജീവിക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവർക്കൊക്കെ അല്ലാഹു ഖബറിടം സന്തോഷത്തിലാക്കുമാറാവട്ടെ. അവരിലും നമ്മിലൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ അവന്റെ ത്വാഅത്തിൽ